മഴക്കെടുതിയിൽ ആലപ്പുഴ ജില്ലയിൽ 55,64,00,000 രൂപയുടെ നാശനഷ്ടം. 1515 ഹെക്ടറിലാണ് കൃഷിയാണ് ശക്തമായ മഴയിൽ നശിച്ചത്. 71 കിലോമീറ്ററോളം ഗ്രാമീണ റോഡുകൾ തകർന്നു. അതേസമയം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞതോടെ അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെന്ന ആശ്വാസ വാർത്തയുണ്ട്. പമ്പ, മണിമല ആറുകളുടെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മനീഷ് മഹിപാലുണ്ട് ചമ്പക്കുളത്ത് നിന്നും തത്സമയം. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. രാവിലെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് ആശ്വാസ വാർത്തയുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. വെള്ളം താഴ്ന്നു, ജലനിരപ്പ് താഴ്ന്നു, ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നല്ല വാർത്തകൾ, ആശ്വാസ വാർത്തകൾ വരുന്നു. രാവിലെ എങ്ങനെയാണ് ചമ്പക്കുളം ഭാഗത്ത്? മാനമൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണോ? മഴയൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ അരുൺകുമാർ, 2 ദിവസമായി മഴയ്ക്ക് ശമനമുണ്ട്. നേരിയ തോതിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിൽ, അതായത് ലോവർ കുട്ടനാട്ടിന്റെ ഭാഗമായിട്ടുള്ള ചമ്പക്കുളം തായങ്കരി റോഡിലാണ്. ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശമാണ്. ഇപ്പോൾ നിലവിൽ വെള്ളമുള്ളത് ഈ പ്രദേശത്ത് മാത്രമാണ്. ഞാൻ നിൽക്കുന്ന പ്രദേശത്താണ് വെള്ളം ഉള്ളത്. പക്ഷേ അപ്പർ കുട്ടനാട്, അതായത് അപ്പർ കുട്ടനാട്ടിന്റെ പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള ചെങ്ങന്നൂർ തുടങ്ങിയിട്ടുള്ള പുത്തന്നൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നും വെള്ളം അപ്പർ കുട്ടനാട്ടിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് തലവടി, എടത്വ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിത് ആ വെള്ളം എത്തുന്നത് നേരെ ലോവർ കുട്ടനാടിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ തുടക്കമായിട്ടുള്ള ചമ്പക്കുളത്തേക്കാണ്. ചമ്പക്കുളത്ത് നിലവിൽ വെള്ളമുണ്ട്, പക്ഷെ ഇവിടെ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇന്നലെ മാത്രം ഇവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 1.25 അടി വെള്ളത്തോളം ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള മുഴുവൻ പ്രദേശങ്ങളിലെ ആളുകളും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ഈ റോഡ്, ഞാൻ നിൽക്കുന്നത് റോഡാണ്. ആ റോഡിൽ, അതായത് ചമ്പക്കുളത്ത് നിന്നും കണ്ടങ്കരിക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിൽ 3 ദിവസങ്ങളായി ഗതാഗതം നിലച്ചു. ഈ വഴി ഒരു വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയും. അതായത് അങ്ങോട്ടേക്ക് പോകുന്ന സമയം നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണാം, വലിയ ആഴമുണ്ട്. കഴുത്തറ്റോളം വെള്ളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് നിലവിൽ വള്ളത്തിൽ മാത്രമേ പോകാൻ കഴിയൂ. ഞാനിപ്പോൾ ആശ്വാസ വാർത്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളിൽ മാത്രം വെള്ളക്കെട്ട് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒഴുകി മാറി തുടങ്ങിയിട്ടുണ്ട്, വീടുകളിലൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് പ്രശ്നം, ഈ മുട്ടാർ എന്ന് പറയുന്ന ഗ്രാമം ഒറ്റപ്പെട്ടിട്ടുണ്ട്. അത് കിടങ്ങറ വഴി മുട്ടാറിലേക്ക് ഇപ്പോഴും പോകാൻ കഴിയില്ല. ഒപ്പം തന്നെ തട്ടാശ്ശേരി, കാവാലം, ജങ്കാർ സർവീസ് നിർത്തിവെച്ചതോടുകൂടി നീരേറ്റുപുറം എന്ന ഗ്രാമം, അതായത് കാവാലത്തേക്കും പോകാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഈ വീട് വലിയ വീടാണ്. അവർ നേരത്തെ 2018 പ്രളയത്തിന് ശേഷം ഫൗണ്ടേഷനൊക്കെ തന്നെ ഉയർത്തി കെട്ടിയ വീടാണ്. പക്ഷേ അപ്പോഴും ഇവിടെ വെള്ളം കയറിയെന്നാണ് ആളുകൾ പറയുന്നത്. 2018 പ്രളയത്തിന് ശേഷം ചമ്പക്കുളം തുടങ്ങിയ ഈ പ്രദേശങ്ങളിൽ ആദ്യമായാണ് ഇത്രയും അധികം വെള്ളം കയറുന്നതെന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. ചേട്ടാ, ഈ 2018 ശേഷം വീണ്ടും ഒരുപാട് മഴ പെയ്തിരുന്നു, പക്ഷെ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ടോ? 2018 ശേഷം ഇത്രയും വെള്ളം ഏറ്റവും കൂടുതൽ ഈ സമയത്താണ്, ഈ 24 കാരണം ഇത് തോടുകളുടെ ആഴം കൂട്ടാതെയും കൃത്യമായിട്ട് തോട്ടപ്പള്ളി സ്പില്ല് കറക്റ്റായിട്ട് കുഴി മുറിക്കാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒഴുകി മാറിയാൽ ഒഴുകി മാറിയാണ്. പണ്ടൊന്നും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ആറ്റിൽ നിന്ന് മണലൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ഇപ്പോൾ വെള്ളം ഒരു അരയടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഓരോ പാടങ്ങളിൽ അവരവരുടെ നാട്ടുകാർ തന്നെ സംരക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പാടങ്ങൾ കുറേ എല്ലാം പിടിച്ച് നിൽക്കുന്നത്. നാട്ടുകാരെ പൈസ മുടക്കി അവർ തന്നെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് പാടങ്ങൾ നിൽക്കുന്നത്. സർക്കാർ ഈ വക കാര്യങ്ങൾ ഒരു വക ചെയ്യുന്നുമില്ല. നിർമ്മാണത്തിലൊന്നുമില്ല. കുട്ടനാട് പാക്കേജ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പദ്ധതി കുട്ടനാടിലെ ജനം താമസിച്ച സ്ഥലങ്ങൾ ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. അതാണ് അരുൺകുമാർ, ചെറിയ അനാസ്ഥ ഇക്കാര്യത്തിൽ, ചെറിയ അനാസ്ഥ അല്ല, ഗുരുതരമായ അനാസ്ഥ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആ വാർത്തയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ നീരൊഴുക്ക് നിലവിൽ ആദ്യം 100 മീറ്റർ ആയിരുന്നു തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ 200 മീറ്റർ മാറി മണൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. നിലവിൽ അരയടിയോളം വെള്ളം ഈ താഴ്ന്ന പ്രദേശത്തിൽ വരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുഭസൂചനയാണ്. വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ വെള്ളം ഈ രീതിയിൽ പോകുക, അതായത് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറയുകയും മഴ മാറി നിൽക്കുകയും ചെയ്താൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നുള്ള വെള്ളം മാറുമെന്നാണ് നിലവിൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അരുൺകുമാർ, താങ്ക് യു. ഇപ്പോൾ മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ചമ്പക്കുളത്ത് നിന്നാണ് മനീഷ് മഹിപാൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ കുട്ടനാട് ഭാഗത്ത് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്ത. ഇനിയൊരു 2 ആഴ്ച കാലം മഴയില്ലാതൊക്കെ നിന്നാൽ അത്യാവശ്യം ഓണക്കാലത്തിനുള്ള സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റണം. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. 55 കോടി രൂപയുടെ നഷ്ടമാണ് കുട്ടനാട്ടിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റാന്നിയിൽ വേറെ, ആറന്മുളയിൽ വേറെ. അവിടെയൊക്കെ വെള്ളം കയറി എത്രയോ കടകൾ നശിച്ചു. കടകൾക്ക് താൽക്കാലിക ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും മതിയാവില്ല. കാര്യം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എടുത്ത് ഓണക്കാലത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടിരുന്ന പാവപ്പെട്ട സഹോദരങ്ങളാണ്.